മഞ്ചേശ്വരം ഉപ്പളയിൽ വീട്ടിൽ നിന്ന് 3.5 കിലോ MDMA പോലീസ് പിടികൂടി. 3.5 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ്. സംഭവത്തിൽ പത്വാടിയിലെ അസ്കർ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് പിന്നിൽ വൻ ലോബി ഉണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. അനൂപ് നീലേശ്വരം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനൂപ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. വലിയ MDMA വേട്ടയാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉപ്പള പത്വാടിയിലെ വീട്ടിൽ വെച്ച് പോലീസ് നടത്തിയത്. 3.5 കോടി രൂപ വിലമതിക്കുന്ന MDMA എന്നാണ് പോലീസ് പറയുന്നത്. 3 കിലോ 42 ഗ്രാം MDMA, അതുകൂടാതെ 600 ഗ്രാം കഞ്ചാവ്, ഇതുകൂടാതെ 100 ഗ്രാമോളം വരുന്ന കൊക്കൈൻ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പേസ്റ്റ് രൂപത്തിലുള്ള ലഹരി പദാർത്ഥവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പിടികൂടിയ ലഹരി വസ്തുക്കൾ MDMA അടക്കമുള്ളവ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പത്വാടിയിലെ വീട്ടിൽ നിന്നും അസ്കർ അലിയെ പോലീസ് പിടികൂടി. ഇയാളാണ് ഇതിന്റെ വിതരണക്കാരൻ എന്നാണ് മനസ്സിലായത്. ഈ വലിയൊരു MDMA വേട്ടയിലേക്ക് വഴിതിരിച്ചത് കഴിഞ്ഞ ആഗസ്റ്റ് 30-ന് കളനാട് എന്ന സ്ഥലത്ത് വെച്ച് കർണാടക സ്വദേശിയായ അബ്ദുൾ റഹീമിനെ MDMA 49.33 ഗ്രാം MDMA-യുമായി മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഈ കർണാടക സ്വദേശിയായ അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് വിവരം ലഭിക്കുകയുണ്ടായി. ഈ അബ്ദുൾ റഹീമിന് ഇത് വിതരണം ചെയ്തത് MDMA വിതരണം ചെയ്തത് അസ്കർ അലിയാണെന്ന്. തുടർന്ന് അബ്ദുൾ റഹീമിനെയും കൂട്ടി പോലീസ് അനൂപ് സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. വൻ മയക്കുമരുന്ന് വേട്ടയാണ് കാസർഗോഡ് ഉണ്ടായിരിക്കുന്നത്. അനൂപ് നീലേശ്വരമാണ് വിവരങ്ങൾ നൽകിയത്. വിദേശ വാർത്തകൾ നോക്കാം.